കാച്ചേരിക്ക് പിന്നാലെ തൃശൂർ ചേലക്കരയിലും BJP കിറ്റ് വിതരണം ചെയ്തതായി പരാതി. കിറ്റ് ലഭിച്ചെന്ന വയോധിക സമ്മതിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ആ ദൃശ്യങ്ങളിലേക്ക് ടൈലർ ആരുടെ മോനാണോ? അല്ല, ആളുടെ മോനെ. ആ കുട്ടി അത് വലിയ കുട്ടിയല്ലോ. ഇതാണ് കിറ്റ്. വാസുവിന്റെ കൂടെ രാമകൃഷ്ണേട്ടന്റെ ശ്രീജിത്ത് ശ്രീകുമാറിനുണ്ട്. ശ്രീജിത്ത്, ആദ്യം വാടാനപ്പള്ളി, പിന്നെ കാച്ചേരി, ഇപ്പോൾ ചേലക്കരയിൽ ദൃശ്യങ്ങൾ സഹിതം 24 വാർത്ത പുറത്തുവിടുന്നുണ്ട്. തീർച്ചയായും അനൂപ, ദൃശ്യങ്ങൾ സഹിതമാണ് നമ്മൾ വാർത്ത പുറത്തുവിടുന്നത്. BJP നേതാക്കളും പ്രവർത്തകരുമാണ് ഈ കിറ്റ് ചേലക്കരയിൽ കൊണ്ടുവന്നത് എന്ന് ഈ വയോധിക സമ്മതിക്കുന്നുണ്ട്. നമുക്ക് വ്യക്തമായി അറിയുന്ന സ്ഥലം തന്നെയാണ് ഈ മേഖല. എന്തായാലും ഇത് ലഭിച്ചതായി വയോധിക സമ്മതിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കിറ്റ് നൽകിയ ശേഷം വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞതായാണ് ഈ വയോധിക പറയുന്നത്. പക്ഷേ അവർ തന്നെ ആ വീഡിയോയിൽ പറയുന്നുണ്ട്, വോട്ട് നമ്മൾ ഇഷ്ടപ്പെട്ടവർക്കല്ലേ ചെയ്യുന്നത് എന്നാണ് അവർ പറയുന്നത്. ഇത് അവിടുത്തെ മറ്റു ചില പ്രവർത്തകർ, അതായത് CPM കോൺഗ്രസിന്റെ ഒക്കെ പ്രവർത്തകരാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയതെന്ന് മനസ്സിലാക്കുന്നു. ഇന്നെന്തായാലും തൃശ്ശൂരിലെ കേച്ചേരിയിൽ BJPക്കായ കിറ്റ് തയ്യാറാക്കിയത് പിടികൂടിയിരുന്നു. ആ കിറ്റ് തയ്യാറാക്കിയതായി പിടികൂടിയതിന് തൊട്ടു പിന്നാലെയാണ് ചേലക്കര കൊണ്ടാഴിയിലും ഈ കിറ്റ് വിതരണം നടന്നത്. തൃശ്ശൂർ ജില്ലയിലെ മറ്റു പല മേഖലകളിലേക്കും ഇതുപോലെ കിറ്റുകൾ തയ്യാറാക്കി BJP കൊണ്ടുപോകുന്നുവെന്ന ആക്ഷേപം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ നേരത്തെ ഞാൻ കേച്ചേരി എന്നാണ് പറഞ്ഞത്, കാച്ചേരിയിൽ നിന്ന് ഈ കിറ്റ് തയ്യാറാക്കി കൊണ്ടുപോകുന്നുവെന്ന ആക്ഷേപം നിലനിൽക്കുന്നതിന്റെ ഭാഗം തൊട്ട് പുറകെയാണ് ഈ കിറ്റ് ചേലക്കരയിലും പിടികൂടുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കും. അല്പസമയം മുൻപാണ് VS സുനിൽകുമാർ അടക്കം LDFന്റെ CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ അടക്കം ജില്ലാ കളക്ടറേറ്റിൽ വലിയൊരു ഉപരോധ സമരം നടത്തിയത്. അവർ കളക്ടർക്ക് പരാതി നൽകാനെത്തിയപ്പോൾ കളക്ടർ ആ മേഖലയിൽ ഉണ്ടായിരുന്നില്ല. കളക്ടർ മറ്റു പല മേഖലകളിലേക്കും ഒരു ഓൺലൈൻ മീറ്റിംഗിനായി പോയി എന്നാണ് അറിയിച്ചത്. ശ്രീജിത്ത്, ഇത് ആരാണ് ഈ കിറ്റ് അവിടെ കൊടുത്തതെന്ന് അവർ കൃത്യമായി പറയുന്നുണ്ടോ? അതിന്റെ വിശദാംശങ്ങൾ ഒന്നുകൂടി പറയാമോ? അതായത് അനൂപ, അത് BJP പ്രവർത്തകരും BJPയുടെ ചില പ്രവർത്തകരുടെ പേരൊക്കെയാണ് പറയുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പ്രദേശവാസു എന്ന തരത്തിലുള്ള പേരുകളൊക്കെ പറയുന്നുണ്ട്. അതായത് നാട്ടിലെ ചില BJP പ്രവർത്തകരാണ് അത് കൊണ്ടുപോയി കൊടുത്തത്. മായന്നൂർ അടക്കം ഉൾപ്പെടുന്ന പ്രദേശമാണ് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത്. ആ മേഖല തന്നെയാണ്, പറമപ്പടി മായന്നൂർ അടക്കമുള്ള മേഖല തന്നെയാണ് ഇത്. എന്തായാലും ആ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. BJP വാടാനപ്പള്ളിയിലും കേച്ചേരിയിലും നമ്മൾ കൂട്ടിയിട്ടിരിക്കുന്ന കിറ്റുകൾ കണ്ടെങ്കിൽ ഇപ്പോൾ ചേലക്കരയിൽ വീട്ടിൽ കിറ്റ് എത്തിച്ചിരിക്കുന്ന ദൃശ്യങ്ങളടക്കം 24 പുറത്തുവിട്ടിരിക്കുകയാണ്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.